നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് യോഗ്യതകൾ, പ്രായപരിധി, തെരഞ്ഞെടുപ്പ് രീതി എന്നിവയെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് പോസ്റ്റിന്റെ വിശദവിവരങ്ങൾ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, പോസ്റ്റ് നെയിം ജൂനിയർ ഇൻസ്ട്രക്ടർ, ICT സിസ്റ്റം മെയിൻ്റനൻസ് ആണ്. ശമ്പള നിരക്ക് 37,400 മുതൽ 79,000 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം 9. നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് SLC അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത, കൂടാതെ ഇനി പറയുന്ന ഏതെങ്കിലും ഒന്നുകൂടി ഉണ്ടായിരിക്കണം. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക്കിൽ നിന്ന് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നുകൂടി നമുക്ക് യോഗ്യതയായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് അറ്റൻഡറായിട്ട് നേടിയ എക്സ്പീരിയൻസും അംഗീകരിക്കും. SC/ST വിഭാഗങ്ങൾക്കും ലോ വിഷനുള്ള ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ്പീരിയൻസിൽ നിന്നും ഒഴിവ് ലഭ്യമാണ്. 4% ഒഴിവുകൾ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രായപരിധി നോക്കാം. 19 മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1981 മുതൽ 1/1/2006 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. SC/ST OBC വിഭാഗങ്ങൾക്കുള്ള പ്രായളവുകളും ലഭ്യമാണ്. സോ ഈ പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.keralapsc.gov.in അപ്പോൾ കാൻഡിഡേറ്റ്സിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇതിനകം രജിസ്റ്റർ ചെയ്തവർക്ക് തങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കേണ്ട പോസ്റ്റിന്റെ അടുത്തുള്ള അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. അപ്പം പുതുതായിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കുന്നവർക്ക് 5 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതേപോലെ ഫോട്ടോയുടെ താഴെ ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ്സിന്റെ പേരും ഫോട്ടോ എടുക്കുന്ന തീയതിയൊക്കെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം. സോ ഇത് അപേക്ഷിക്കുന്നതിനായിട്ട് അപേക്ഷ ഫീസ് ഒന്നുമില്ല. അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. യൂസർ ഐ ഡി ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻസിന് ആവശ്യമായതിനാൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത അപേക്ഷ പിന്നീട് മാറ്റാനോ അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. സോ അപേക്ഷയുടെ ഒരു പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഈ നിയമനത്തിന് OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് തങ്ങളുടെ പ്രൊഫൈൽ വഴി കൺഫർമേഷൻ നൽകണം. കൺഫർമേഷൻ നൽകിയവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാനും അതേപോലെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. കൺഫർമേഷൻ അതേപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് എന്നിവയുടെ തീയതികൾ PSC പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പറും പ്രൊഫൈലും വഴിയൊക്കെ നമുക്ക് അറിയിപ്പുകൾ ലഭിക്കും. അപ്പൊ ആധാർ കാർഡ് ഉള്ളവര് അത് പ്രൊഫൈലിൽ ID പ്രൂഫായിട്ട് ചേർക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 16 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.